അമ്മാളെ എന്നാ വിശർത്തിരിക്കേ? ഇന്നെന്താ കണ്ടത്? കുന്നിന്ന് താഴേക്ക് വീണതോ അതോ കിണറ്റി ചാടിയതോ? അച്യുതം കേശവം രാമനാരായണം ജപിച്ചായിരുന്നോ കിടക്കുന്നതിന് മുമ്പ്? അമാവാസി അടുത്തല്ലോ, അതാ മാർത്താണ്ഡൻ അത്രയും മൂത്തത്. ആ വിശാലമ്മാളിനോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ അവനെ വല്ല ആശുപത്രിയിലും കൊണ്ടുപോവാൻ. ആര് കേക്കാൻ? പിതൃശാപാണ് പോലും. ദേ അമ്മാളെ, എന്റെ ഓർക്കം കെടുത്തല്ലേ. അർജുനൻ 10 ജോലി കിടക്കാൻ നോക്കൂ. ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം. അമ്മാൾ എന്തിനാ ഭയപ്പെടുന്നു? എനക്ക് സാവറത്തുക്ക് ഭയമാ ഇருக்கு കൗസല്യ. ഇരിക്കണ കാലത്ത് സുഖമായിട്ടിരിക്കുക, മരിക്കാറാവുമ്പം മരിക്കാം, അത്ര തന്നെ. என்ன மாமி கோலை போட்டுட்டு இருக்கா? ஆமாண்டா. ஏய் சீக்கிரம் போடா. ദേവമാളെ, ദേവമാൾക്ക് അറിയോ എന്നാ? നമ്മുടെ തെക്കേടത്തെ രാമയിരില്ലയാ? ആമാ, രാമയിര് പോയി. നിജമാവാ? ആമാ, കിടപ്പിലായിരുന്നല്ലോ, ഒരേ കിടപ്പ്. എത്ര നാളായിട്ടായി മെനക്കേട്. ഇനി ഇതേമാതിരി 7 കൂടി ഉണ്ട്. ഞാൻ സാക്ഷിയാകുന്നു, മനസ്സാക്ഷി, ത്രികാലങ്ങളെ കാണുന്ന സാക്ഷി. ഒരു കഥയല്ലിത്. ഹൃദയമിടിപ്പുകൾക്ക് ചെവിയോർത്താൽ തിരിച്ചറിയപ്പെടുന്നത് പോലുള്ള ഒരു നേർ അനുഭൂതിയാണ്. അല്ല, കൗസല്യക്ക് എന്താ കൊമ്പുണ്ടോ? ഈ തെരുവിൽ ഒരു ഒറ്റ പെമ്പിളാർക്കും കുഴപ്പമില്ല, അവക്ക് മാത്രം എന്താ ഈ ചാട്ടം? 4 ഇടങ്കഴി പാല് വാങ്ങണ, 2 ഇടങ്കഴി വെള്ളം, പിന്നെ എന്ത് ചെയ്യും? അനാവശ്യം പറയരുത്, തെക്കന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ല. ഓ, തന്റെ സ്വഭാവം പ്രവൃത്തി ഈ തെരുവ് എല്ലാവർക്കും അറിയാം. കണ്ണി ചോരണ്ടോ എനിക്ക്? ഇതിനേക്കാൾ നല്ലത് വെള്ളത്തിൽ പാലൊഴിച്ചോണ്ട് വരുന്നതാ. ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്യും. നല്ല മനസ്സുള്ളവരൊക്കെ വാങ്ങിയോ? മാമി മാറ്, ഇയാളോട് 2 ചോദിച്ചിട്ട് എന്നെ കാര്യം. കുറെ നാളായി, എന്നാ പിന്നെ തന്റെ പാൽ വിൽപ്പിനൊന്ന് കാണണം. അടുത്ത വാരത്തിൽ നമ്മ കവർ പാല് വാങ്ങിയിട്ടില്ല. എന്തിനാ അടുത്ത വാരം വരെ വെയിറ്റ് ചെയ്യുന്ന? നിങ്ങൾ ഇപ്പൊ തന്നെ വാങ്ങിച്ചു വന്നേ, ഞാൻ പാല് തരുന്നില്ല. നിങ്ങൾ പോതല്ലേ, നിറയെ പാലിന് തണ്ണി ഊറ്റിട്ട്. ഇല്ല, രാവിലെ ഞാൻ പശുവിനെ അഴിച്ച് ഇവിടെ കൊണ്ട് കെട്ടിത്തരാം. അസ്ത്രീകരം. അയ്യോ കഥക്ക്, ഈ അമ്മാളുടെ ഓരോ കാര്യം. ആ തെക്കന്റെ അഹമ്മദി കുറച്ച് കൂടുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് തന്നെ പാല് വാങ്ങിക്കണമെന്ന് എന്താ അത്ര വാശി? എത്ര നാളാച്ച നമ്മ അവിടെ കാണുന്നു, ദിടീർന്ന് എപ്പടി വേണ്ടാന്ന് ചൊല്ലുവോ? ദേവമാളുടെ ഈ നല്ല സ്വഭാവ ഇവന്മാരിങ്ങനെ മുതലെടുക്കുന്നത്. ഈ തെക്കനെ പട്ടരൊന്നുമല്ല, വടക്കേലെ രോഹിണിയമ്മാള് പറഞ്ഞതാ. എംബ്രാന്തിരിയാ. ചുമ്മാ എറിയുക കൗസല്യ, പാവം അവൻ എപ്പടി പൊഴക്കട്ടും. വെളുത്തതൊക്കെ അമ്മാളിന്റെ പാലാ.
ഞാനൊന്നും പറയുന്നില്ല. ദേവമാളെ കഥവ് തുറങ്ങോ. ഞാൻ പാക്കറേ. കഥവ് തുറക്കമ്മാളെ. കൊടുക്ക. ഇത് എന്നാ ബൊമ്മനാട്ടി. ആരുടെ കത്താമ്മാളെ? നോക്കട്ടെ. എന്നാ ഇത്? ആ, ഇത് വക്കീലാപ്പീസിലിരുന്ന് വന്ന കത്താ. ആ ദേവമാളോ, ഇരിക്ക ഇരിക്ക. കുടിക്കാൻ ഉള്ളേ വാമകളെ വാ. ഞാൻ ഉള്ള ചെല്ലുക. ലെറ്റർ കിടച്ചു. ഉക്കാറ് ഉക്കാറ്. ഗൗരിയുടെ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുണ്ടല്ലോ, ദേവന്മാർക്ക് കൂടി ഒരു അവകാശം കോടതിയിൽ നിന്ന് സ്ഥാപിച്ചു കിട്ടിയിട്ടുണ്ട്. ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം സെക്ഷൻ. എനിക്ക് കിടക്കലാണെങ്കിലും പരവല്ല, സുബൈക്ക് തന്നെ പണത്തൊക്കെ ആവശ്യം. ആവശ്യമല്ല, ആർത്തിയ. ഗൗരിയുടെ മരണത്തിന് ശേഷം ഒരു തവണ പോലും അയാൾ വടക്കേ തെരുവിൽ വന്നിട്ടില്ലല്ലോ. എല്ലാം എനിക്കറിയാം. ഇപ്പൊ ഒരു തമിഴത്തി കൂടെ ഉണ്ടല്ലോ, കിട്ടണ പണമൊക്കെ ആ വഴിക്ക് പോയിക്കോളും. ശോ, കഷ്ടം. ദേവമ്മ ഈ പണമൊക്കെ എന്ത് ചെയ്യാനാ പോണത്? ശാന്തിവനത്തൊക്കെ കൊടുക്കലാന്ന് എനിക്കറേ. എന്നെപ്പോലെ ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. ഗൗരിയുടെ പണം അങ്ങനെ ഒരു നല്ല കാര്യത്തിന് പോകുന്നു. സന്തോഷായി. கடவுளே நல்ல அமௌண்டாக இருக்கணும். அவுதான் சுவாமி, நன்றி, ரொம்ப நன்றி. ஐயோ, கொடை மறந்துடுச்சே. கன்னி வெயில் தானே, நல்ல சூடு இருக்குது. അമ്മ, ஆ நீ யாருமா? എന്നെ തെരിയാതാ? അമ്മ, ഞാൻ ഗൗരി, ഉങ്ക ഗൗരി. അമ്മ, വയറ് വലിക്കാം അമ്മ, നീ കൂടെ വാ അമ്മ. കടവുളെ. എന്നമ്മ അത്? പാത്തു വേണ്ടമ്മ നടക്കാൻ. ഒന്നും പറ്റല്ലേ? എങ്ങോട്ടാ? കൽപ്പത്തി. ബാ, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, നടന്നേ പോരെ. ഇല്ല, ഞാൻ കൊണ്ടാക്കാം. ബാ, കേറ്. ആ, എന്താ കുട്ടിയുടെ പേര്? പണി തരാൻ വേണ്ടി ഇറങ്ങിയതാണോ?
ശിവ ശിവ ശിവയനരാഗ ഓം ശിവ ശിവ ശിവയനരാഗ ഓം ശിവ ഇതെന്നെ അപ്പ പാട്ട്. ഇതെന്താ ഇത് കാറിലൊക്കെ? ഇങ്ങനൊന്നും ഒറ്റയ്ക്ക് വിടരുത് കേട്ടോ. കൊള്ളാം, ആരടുത്ത് പറയാനാ, നല്ല ആളാ. വണ്ടി കൊള്ളാലോ. போதுமா? വന്ന് അമ്മാൾക്ക് ഇപ്പൊ എണ്ണാനേ അറിയില്ല. ഇതെത്ര? 5. ആ, അത്ര ഇടാനാ പറഞ്ഞേ. ഓ, 5 വേണമാ? 2 4 5. சாப்பிடு. സാമ്പാർ. സാമ്പാർ ഇല്ല. സാമ്പാർ ആയിപ്പോச்சு. തണ്ണി കുടി. കിഴക്കത്തെരുവിൽ ചന്ദ്രയ്യര് ഒരേ കിടപ്പാ അമ്മാളെ. ആ, വയസ്സ് 10-90 ആയില്ലേ. ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ട എന്റെ ശിവനെ സഹിക്കാൻ പറ്റില്ല. പൊട്ടി അളിഞ്ഞ് ഈച്ച കുത്തി പുഴു അരിച്ച്. ഓ എൻ്റെ അമ്മേ, ഒന്ന് കാണേണ്ടതാ. എത്ര നല്ല ആളാക്കും. കാലിനിപ്പോ പണിമുടക്കിലാന്ന് തോന്നുന്നു അമ്മാളെ. കൊറേ പേരെ ഇപ്പൊ കാലനും വേണ്ടാന്നായിരിക്കുക. കലികാലം. നിന്റെ അയ്യരുടെ അഹങ്കാരം ഇച്ചിരി കൂടുന്നുണ്ട്. എന്നാച്ച്? വടക്കേ തെരുവിലെ എല്ലാവരുമായിട്ടും തെക്കൻ ശണ്ടയാ. വയസ്സായ മാമിമാര് വരെ 1ഉം 2ഉം പറഞ്ഞ് വഴക്കാ. എന്നാ അമ്മളെ കാര്യം? പാലില് മൊത്തം വെള്ളം, അളവൊന്നും കൃത്യമല്ല. ദേ കുസുമാക്ക, ഒന്ന് ശ്രദ്ധിച്ചോണം. കഴിഞ്ഞ നാള് വരെ ശണ്ടയായിരുന്നു. തെക്കേ മഠത്തിലെ കൗസല്യായിട്ട് അതാ കൗസല്യ വരുന്നു. ശിവ ശിവ. അതെ അതെ, എന്റെ സ്വഭാവം അറിയാലോ. വെട്ടൊന്ന് തുണ്ട 2ആണ്. തെക്കിനോടൊന്ന് ഒതുങ്ങാൻ പറ. അക്ക കവലപ്പെടാതെ ഞാൻ പാത്തുക്കറേ. നീ കൊറേ പാക്കും. മുതലേ പെമ്പിള്ള നന്നായിരിക്കണം, അല്ലെങ്കിലേ മാപ്പിള കെട്ടുപോകും. കെട്ടിയന്റെ മേലൊരു കണ്ണ് വെച്ചോ, അതാ നല്ലത്. ഇന്ന് 32 ലിറ്റർ പാല് കൊണ്ടുപോയി. 32 × 36, 1 ലിറ്റർ പാലിന് 36 രൂപ. മൊത്തം 1152 രൂപ. ഇതിൽ 15 രൂപയുടെ കുറവുണ്ടല്ലോ.
അത് പിന്നെ എന്റെ ഈ ടയർ പഞ്ചറായി പോയി. ഏ? അല്ല, നിങ്ങളുടെ സൈക്കിളിന്റെ ടയർ പഞ്ചറായി പോയി. നിങ്ങളുടെ സൈക്കിൾ മാത്രം എന്നെ എന്നും പഞ്ചറാകുന്നത്. ഇത് തന്നെ ഞാനും ചോദിക്കുന്നത്, എനിക്കറിയാൻ പാടില്ല നീ. സത്യം പറ, നിങ്ങൾ ഇന്ന് ആ കാശ് അംബികമാളിന് കൊടുത്തില്ലേ? ഇല്ല ചെല്ലം, ഞാൻ അങ്ങനെ കാണിക്കുന്ന ആളെയല്ല, എന്നെ വിശ്വസിക്കുന്നത്, നിന്നാണ് സത്യം. എന്നെ പിടിച്ച് സത്യം ഇടണ്ട. എന്നെ കൊണ്ടാണ് ഇട്ടിട്ട് എന്റെ തല പൊട്ടാൻ. സത്യം പറ, എത്ര ലിറ്റർ വെള്ളം ഇന്ന് പാലി ചേർത്തത്? 1 2 3 4. ആ പൈസ നിങ്ങൾ ഇന്ന് ദേവിക അമ്മാളിന് കൊടുത്തില്ലേ? അയ്യോ സത്യമായിട്ടും ഇല്ല. നോക്കിക്കോ, നിങ്ങളെ കാണിച്ചു തരാം. ഉടുപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കാം. അങ്ങനെ 1100 രൂപയുടെ സാധനം അവൾ അടിച്ചു പൊട്ടിച്ചു.